എൻ്റെ മുടികൊഴിച്ചിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ കാര്യമാണ്. മുടികൊഴിച്ചിൽ കാരണം ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു മാർഗ്ഗം തെളിഞ്ഞു വന്നത്. അത് ചെയ്തതിന് ശേഷം ഈ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ? ഇതുപോലെ എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചു. തുടക്കത്തിലെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഹെയർ ഗ്രോത്ത്. ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ ദിവസം ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ ഒന്നിരാടങ്ങളിൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഞാൻ ഈരുന്ന സമയത്ത്, എനിക്ക് മുന്നേ ഒക്കെ ആണെങ്കിൽ ഞാൻ ഈരുന്ന സമയത്ത് പിടിമുടിയൊക്കെ ആ ഒരു പിടിമുടിയൊക്കെ നിങ്ങൾ കണ്ടോ? ആ ഒരു പിടി പോലെ ഊരി എൻ്റെ മുടി വരും. ഞാനിവിടെ കാണിക്കാം ഒന്നും കൂടി നല്ലപോലെ. അതായത് ഞാൻ കാണിക്കാം, ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ലപോലെ ഇരുന്ന സമയത്ത് ഒരു പിടി മുടിയാണ് വരുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു മുടി കൊഴിച്ചിൽ കാരണം. അപ്പം ഞാൻ പഠിച്ച കാര്യമാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് അത് ചെയ്ത് നോക്കിയത്. അപ്പോൾ എൻ്റെ മുടിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ മുടി കുഞ്ഞു കുഞ്ഞു ഹെയർ ഇവിടുന്ന് കിളിച്ച് വരുന്നത് എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ കൺമുന്നിൽ തന്നെ. അപ്പോഴൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തു വെച്ചില്ല. അങ്ങനെ മുടി വളർന്നത് ഘട്ടം ഘട്ടമായിട്ട് നല്ലപോലെ മുടി വളർന്നിട്ടുണ്ട്. എനിക്കിപ്പം നല്ലപോലെ ഒരു മാറ്റം നൽകാനായിട്ട് സഹായിച്ചു. ഉറപ്പായിട്ടും നിങ്ങൾക്കും നല്ലപോലെ മുടി വളർത്തിയെടുക്കാൻ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൽ നിന്ന് സാധിക്കും. ഇപ്പം എത്ര മുടി ഇല്ലാത്തവർക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതേ പറയുന്നതല്ല, എൻ്റെ ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ 1000 നന്ദി. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ കാരണത്താൽ പലരും വിഷമിക്കുന്നുണ്ട്. ഇപ്പം മുടി കിളിക്കാത്തത് ഓർത്ത് പലരും വിഷമിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മുടി കിളിക്കാനും മുടി കൊഴിച്ചിൽ മാറ്റാനും സഹായിക്കുന്ന കിടിലൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കുകയാണോ? ഉറപ്പായിട്ടും ഇത് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മനസ്സിനെ ശാന്തപ്പെടുത്താനായിട്ട് നോക്കണം. ടെൻഷൻ കൂടുതലുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിക്കുമൊക്കെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക. അപ്പോൾ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലാണെങ്കിലും അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. വെറുതെ പറയുന്നതല്ല, 100% ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി കിളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കൺമുന്നിൽ ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും അതെങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ എന്നുള്ളതും അതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേക്കേണ്ടതെന്നുള്ളതുമൊക്കെ ഞാൻ പറയാം. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചുമന്നുള്ളി, അതായത് കൊച്ചുള്ളി എന്നൊക്കെ പലയിടത്തും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നുള്ളത് കമൻറ്റിൽ വന്ന് പറയണേ കേട്ടോ. പിന്നെ കറിവേപ്പില എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏതാണ് പറയുന്നത് എനിക്കറിയില്ല. എന്താണെന്നുള്ളത് അത് വന്ന് പറയണേ കേട്ടോ. അങ്ങനെ 2 കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ല പോലെ ഡ്രൈ ആയിരിക്കണം. ഇപ്പം കറിവേപ്പിലയാണെങ്കിലും കഴുകിയതിന് ശേഷം നല്ല പോലെ ഡ്രൈ ആക്കി വേണം എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ചുമന്നുള്ളി, അതായത് കൊച്ചുള്ളി എന്ന് പറയും, കൊച്ചുള്ളിയും നല്ല പോലെ ഡ്രൈ ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഡ്രൈ ആണ്. ഡ്രൈ ആയിട്ടില്ല എങ്കിൽ നമ്മൾ വെള്ളം നനവ് ഉണ്ടെങ്കിൽ സംഭവം നമ്മൾ ഉണ്ടാക്കുന്ന ഓയിൽ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. കരിഞ്ജീരകം നമ്മുടെ മുടിയുടെ ഗ്രോത്ത് കൂട്ടാനും മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ വീണ്ടെടുക്കാനും സഹായിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ മുടി വേരിൽ നിന്ന് തന്നെ കിളുത്ത് വരാനും ഈ ഒരു കരിഞ്ജീരകം എണ്ണ കാച്ചുമ്പോൾ സാധിക്കുന്നതാണ്. ഇപ്പം കരിഞ്ജീരകം നമുക്ക് വളരെ ഗുണങ്ങളാണ് മുടിക്ക് നൽകുന്നത്. ഇപ്പം ഹെയർ ഫാൾസ് ഉണ്ടെങ്കിലും ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ കരിഞ്ജീരകത്തിൽ നിന്ന് സാധിക്കുന്നതാണ്. ഞാനങ്ങനെ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അത് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണാണ് കരിഞ്ജീരകം ചേർത്തിരിക്കുന്നത്. പിന്നെ എടുത്തത് അലവേറയുടെ തണ്ടാണ്. അലവേറ തണ്ട് തന്നെ വേണം. അതിൽ നിന്ന് നമ്മൾ അലവേറ തണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇത്രയും അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് എണ്ണയ്ക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല. ഞാൻ അതിനുള്ള കാരണം എന്താണെന്നുള്ളത് കാണിക്കാം. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ 1 കപ്പ് എണ്ണയിൽ കാച്ചുന്നതിനുള്ള കാരണം. 1 കുപ്പി എണ്ണയാണ്. ഇനി ഇത് ഞാൻ എടുക്കേണ്ടത് ഞെക്കി എടുക്കണം. വെള്ളത്തിലിടുവാണെങ്കിൽ നമ്മളിപ്പം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കുവാണെങ്കിലും ഭയങ്കര പാടാണ്. ഇപ്പോൾ തണുപ്പ് പ്രദേശത്ത് താമസിക്കുന്നവർക്കറിയാം എന്തുമാത്രം കഷ്ടപ്പാടാണ് നമ്മുടെ നാട്ടിലെ എണ്ണ വെച്ച് ഉപയോഗിക്കുന്നതിനുള്ളത്. കാരണം അത്രയ്ക്ക് കട്ടിയായിട്ടിരിക്കും. നമ്മൾ എടുത്തെറിഞ്ഞാൽ പോലും പൊട്ടില്ല. അത്രയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഈ ഇരിക്കുന്നത് ഇപ്പം വെളിച്ചെണ്ണ. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഇതുകൊണ്ട് 1 കപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ
നല്ല ഒരു കൂടുതലുണ്ടാക്കാം കേട്ടോ. അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടി നല്ല പോലെ പൊഴിഞ്ഞതാണ്, ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. പൊഴിച്ചിലൊക്കെ മാറാൻ സഹായിച്ചത് ഈ ഒരു ഓയിൽ തയ്യാറാക്കി ഉപയോഗിച്ചത് കൊണ്ടാണ്. ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ്. എന്തായാലും നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മിക്സിയുടെ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചുള്ളി. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന രണ്ട് കുഞ്ഞ് നമ്മൾ പിടിക്കത്തില്ല, ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു 3 പിടിയാണ് കറിവേപ്പില ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ കരിഞ്ജീരകവും അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കുക എന്ന് പറയാൻ പറ്റില്ല, ചതച്ചെടുത്താൽ മതിയാകും. എന്തായാലും ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതായത് ഇതിനകത്ത് ചെറിയ രീതിയിൽ വെള്ളമയം കാണുമല്ലോ, ആ വെള്ളമയമൊക്കെ ഒന്ന് പോകുന്നിടം വരെ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചീനിച്ചട്ടി ഉപയോഗിക്കാം. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ച് ചെയ്യുന്നത്. പണ്ട് കാലത്തിലൊക്കെ എണ്ണ കാഴ്ചാൻ വേണ്ടി ചീനിച്ചട്ടി വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഓയിൽ നിങ്ങൾ മുടിയിൽ തേച്ച് നിങ്ങളുടെ മുടിയുടെ അതായത് റൂട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മുടിയുടെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ പിടിച്ച് നിർത്തുന്നതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നല്ല മണമൊക്കെ വരും കേട്ടോ. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു യുദ്ധം തന്നെയാണ് ഇവിടെ ഞാൻ നടത്തുന്നത് കേട്ടോ. കണ്ടോ, വീതണ്ടോ നമ്മൾ വെള്ളത്തിൽ ഇപ്പം ഇത് എടുക്കുന്നത് എനിക്കൊരു കപ്പിനുള്ള എണ്ണ കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മെൽറ്റായിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. കണ്ടോ, ഒരു കപ്പ് എണ്ണയാണ് എനിക്ക് എടുത്തത് ഞാൻ. കാരണം എനിക്കറിയാം നമ്മളിപ്പോൾ കുറേ വർഷം കൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഓയിലൊക്കെ തയ്യാറാക്കുന്നത്. കുറച്ചും കൂടി ഞാൻ എന്തായാലും ഇടുവാണ്. ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. അപ്പോൾ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഓയിൽ നിങ്ങൾ എല്ലാ ദിവസവും തേക്കണ്ട, 1-2 തേച്ചാൽ മതി. നമ്മൾ തേക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മുടിയിൽ തേക്കാനായിട്ട് നോക്കണം കേട്ടോ. ചെറുതായിട്ട് ചൂടാക്കി, അതായത് ഭയങ്കര ഹാർഡ് ചൂടല്ല, ഒരു നോർമൽ ചൂട്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്കൊരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയത്. കാരണം നമ്മുടെ മുടിക്ക് തേച്ചിട്ട് വെറുതെ മുടി തേച്ച് മാത്രം വിടാതെ ഒരു നോർമൽ രീതിയിലൊരു മസാജ് കൂടെ കൊടുത്തപ്പോഴാണ് എനിക്കൊരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയത്. അതായത് മുടി കൊഴിച്ചിൽ പിടിച്ച് കെട്ടി നിർത്തുകയായിരുന്നു എൻ്റെ ചെയ്തത്. കാരണം ഞാൻ പല മാർഗങ്ങളും പരീക്ഷിച്ച ഒരു വ്യക്തി തന്നെയാണ്, പല ട്രീറ്റ്മെൻറ്റും ചെയ്തതാണ്. അപ്പോഴൊന്നും എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ഒരു എണ്ണ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മുടി കൊഴിച്ചിൽ പമ്പ കിടക്കുകയായിരുന്നു ചെയ്തത്. അപ്പം എനിക്കൊരു മുടി കൊഴിച്ചിലും ഇല്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മുടിയൊന്നും പൊഴിയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ എണ്ണ ഉണ്ടാക്കിയതുണ്ട്. ഈ ഒരു പരുവം കണ്ടോ, ഈ ഒരു മൂപ്പ് പരുവമാണ് നമ്മുടെ എണ്ണ കറക്റ്റ് ആവുന്നത്. അത് നല്ല സ്മെല്ലാണ് കേട്ടോ. എണ്ണ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. ഈ കാണുന്നുണ്ടോ, ഈ കളറിലാണ് കിട്ടേണ്ടത്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഫുൾ തീ കൂട്ടിയിട്ട് ചെയ്യരുത്. എപ്പോഴും തീ കുറച്ചിട്ട് വേണം എണ്ണ കാച്ചാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാനൊരു ബോട്ടിലേക്ക് മാറ്റട്ടെ. കണ്ടല്ലോ, ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല പോലെ ഒരു മാറ്റം നൽകാൻ ഇതിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നൽകാൻ ഇതിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ മുടി വളരുന്നത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.